പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, പുതിയൊരു ഞായറാഴ്ച, 19ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഏലിയ എന്ന വലിയ പ്രവാചകനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുക. ബാൽദേവൻ്റെ പ്രവാചകന്മാരായ 480 പേരെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയിൽ അവർ പരാജയപ്പെടുമ്പോൾ ബാൽദേവന് ബലിയർപ്പിച്ച ആ ദേവൻ ഇറങ്ങി വരാത്തത് കൊണ്ട് ഏലിയ അർപ്പിച്ച ബലിയിൽ ദൈവം പ്രസാദിക്കുമ്പോൾ യഥാർത്ഥ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഏലിയ വെളിപ്പെടുത്തും. ഇതറിഞ്ഞ ജെസബൽ രാജ്ഞി ഏലിയായോട് പറയുന്നുണ്ട്, നാളെ ഇതേ സമയത്ത് നിന്നെയും ഞാൻ കൊലപ്പെടുത്തും. ഏലിയ അവിടെ നിന്നോടി ഹോറബ് മലയിലെത്തും. ഹോറബ് മലയിൽ അവൻ ക്ഷീണിതനായി കിടന്നുറങ്ങി. കർത്താവ് അവനെ തട്ടി വിളിച്ചു. ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും അവന് നൽകി. അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. ഭക്ഷിച്ചതിന് ശേഷം വീണ്ടും അവൻ ഉറങ്ങി. വീണ്ടും അപ്പവും വെള്ളവും നൽകി. അവനോട് പറഞ്ഞു, ദീർഘദൂരം നീ നടക്കേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് നീ ഭക്ഷിക്കുക. നമ്മുടെയൊക്കെ ഓരോ ക്ഷീണത്തിലും ദൈവം ഇടപെടുന്നുണ്ട്. നാം അവന് വേണ്ടി നിലകൊള്ളുമ്പോൾ അവൻ നമുക്ക് വേണ്ടി നിലകൊള്ളും. അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമാണ്. ഇത്രയും സമീപസ്ഥനായൊരു ദൈവം വേറെ ഇല്ലെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ എത്രമാത്രം നമ്മുടെയൊക്കെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ഏലിയായുടെ ക്ഷീണം മനസ്സിലാക്കുന്നു. അവൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല, എന്നെ അങ്ങ് കൊന്നേക്കുക. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ് ഈ വാക്യം, എന്നെ അങ്ങ് കൊന്നേക്കുക, മരിച്ചാൽ മതി, ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാമൊക്കെ ഇപ്രകാരം പറയുന്നത്. നമ്മുടെ ഓരോ ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധാലുവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണമെന്ന് ഇന്ന് നമ്മെ ഒന്നാമത്തെ വായനയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. നിരാശ, രക്ഷ എനിക്ക് ലഭിക്കില്ല എൻ്റെ ഈ ജീവിതം കൊണ്ട്, അതുകൊണ്ട് നിരാശപ്പെടുക. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചാലും എനിക്ക് രക്ഷ കിട്ടുമെന്നുള്ള തോന്നൽ, നന്മ ചെയ്യാതെ ജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യം കരസ്ഥമാക്കാമെന്നുള്ള ചിന്ത, പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുക. അതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക. എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഉപേക്ഷിച്ചുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ ആ തിന്മകളിൽ നിന്ന് ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. അതുകൊണ്ട് ക്ഷോഭം, ക്രോധം, അട്ടഹാസം, ദൂഷണം, എല്ലാ തിന്മകളും നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. ക്രിസ്തു നമുക്ക് ജീവൻ നൽകിയാണ് നമ്മെ സ്നേഹിച്ചത്. അവൻ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ജീവൻ നൽകിയത്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ ജീവൻ്റെ അപ്പം. സാധാരണക്കാരായ ജോസഫിൻ്റെ മകനെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തി ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറയുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥത, അവർ പിറുപിറുക്കുകയാണ്. അവനോട് നേരിട്ട് ചോദിക്കാനായിട്ട് അവർക്ക് ശക്തിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഓർക്കാനുള്ളത് അപരനെക്കുറിച്ചുള്ള പിറുപിറുപ്പ്, സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള പിറുപിറുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നാശത്തിന് കാരണമാകുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. ജീവൻ്റെ അപ്പമാണെന്ന് 7 പ്രാവശ്യം ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഞാനാണ് ജീവൻ്റെ അപ്പമെന്ന് പറയുവാൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല, കർത്താവായ യേശുവിനല്ലാതെ. കാരണം അവൻ ജീവൻ നൽകിക്കൊണ്ടാണ്. അവൻ്റെ ജീവിതം മുഴുവനും ഒരു കൊടുക്കലായിരുന്നു, വാങ്ങലല്ലായിരുന്നു. എല്ലാം കൊടുക്കുകയായിരുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകി, ബന്ധിതർക്ക് മോചനം നൽകി, ബധിരർക്ക്
കേൾവി നൽകി, മൂകർക്ക് സംഭാഷണ ശക്തി നൽകി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തി ജീവിച്ചവരെ തിരികെ കൊണ്ടുവന്നു. പാപികളെയും ചുങ്കക്കാരെയും ചേർത്ത് പിടിച്ചു. ഫരിസേയരുടെ അരികിൽ പറഞ്ഞു, നിങ്ങൾ മാറണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കാപട്യം നല്ലതല്ല, അതുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഹ്വാനം ചെയ്തു. എന്നിട്ടും തന്നെ പീഡിപ്പിച്ചവർക്ക് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ഹൃദയത്തിലെ ചോരയും നീരും ഒഴുക്കിക്കൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തൻ്റെ ജീവൻ തന്നെ നൽകി. നമുക്കും ഈ ജീവൻ നൽകിക്കൊണ്ടാണ്, അതുകൊണ്ടാണ് ജീവൻ്റെ അപ്പമാണ് ഞാൻ. ഒരു വ്യക്തിക്ക് അവസാനമായി പൂർണ്ണമായും കൊടുക്കാൻ കഴിയുന്നത് തൻ്റെ ജീവനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് അത് യഥാർത്ഥമായ സ്നേഹമായിട്ട് മാറും. സ്വർഗത്തിൽ നിന്ന് മന്ന ഭക്ഷിച്ചത് ഫരിസേയർക്ക് അല്ലെങ്കിൽ യഹൂദർക്ക് ഓർമ്മയുണ്ട്. ആ മന്നയെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. പക്ഷേ പിതാക്കന്മാർ നൽകിയ മന്നയേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് ഇവിടെ നൽകുന്ന ജീവൻ്റെ അപ്പം, സ്വർഗീയ അപ്പം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. നിത്യജീവൻ നൽകാനുള്ള ഒരപ്പമാണ് താനെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പേ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട്, തന്നെ അനുദിനവും മുറിക്കുവാനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട്, തൻ്റെ ചോര ചിന്തുവാനായിട്ട് നൽകിക്കൊണ്ട്, ഇന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവം, ഈ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്നും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ക്രിസ്തുവിനോടൊപ്പമാണ് ജീവിക്കേണ്ടത്. ക്രിസ്തു തന്നെ സമ്പൂർണ്ണമായിട്ട് നൽകിയെങ്കിൽ ആ സമ്പൂർണ്ണമായിട്ടുള്ളൊരു കൊടുക്കലിന് നാമും തയ്യാറാകണമെന്ന് നമ്മെ ഓർക്കും. അപ്പനും അമ്മയും മക്കളും ഒക്കെ പരസ്പരം തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, പൂർണ്ണമായിട്ടും നൽകുമ്പോൾ, അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പറഞ്ഞത്, നീ ഭക്ഷിക്കുന്ന ക്രിസ്തുവിനെ പോലെ നീയുമായിത്തീരണം. നീ എന്തായിരിക്കുന്നോ നീ ഭക്ഷിക്കുന്ന, വാട്ട് യു ആർ, വാട്ട് യു ഈറ്റ്. നീ ഭക്ഷിക്കുന്നത് അഹങ്കാരത്തിൻ്റെയും സ്വാഭിമാനത്തിൻ്റെയും ഭക്ഷണങ്ങളാണെങ്കിൽ, മദ്യപാനമാണ് നിന്നെ പൂർണ്ണമായിട്ടും നയിക്കുന്നതെങ്കിൽ, നിൻ്റേത് ഞാൻ, എനിക്ക് എന്നൊക്കെ ഒരു ഭക്ഷണമായിട്ടാണ് നീ പോകുന്നതെങ്കിൽ, നീ ഓർക്കുക, ജീവനിൽ നിന്ന് നീ ഏറെ അകലെയാണ്. ഇന്ന് നിന്നെ വിളിക്കുന്നു അവിടത്തെ ഭക്ഷിച്ച് അവിടത്തെ പോലെ ആയിത്തീരുവാൻ, സ്നേഹവും കരുണയും നിന്നിൽ നിന്നൊഴുകുവാൻ. അങ്ങനെ നീയും ഒരു ജീവൻ്റെ അപ്പമായി മാറുവാൻ അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.